Watch full episodes on Jio Hotstar. മാജിക്കൽ ഫിഷിംഗ് റോഡിന്റെ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് പരിപാടിയാ. മാഗ്നറ്റിക് ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചാ മതി. അതുള്ള സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ മാഗ്നറ്റിൽ ഒട്ടി പിടിച്ച് പുറത്തേക്ക് വരും. നോക്കിക്കോ ആർക്ക് എന്ത് കിട്ടുന്നു എന്ന്. എന്താ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വലിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. അല്ല ഇതെന്താ നിധിപ്പെട്ടിയോ? ഇതില് വല്ല സ്വർണ്ണം ഉണ്ടാകും. വേഗം തുറന്ന് നോക്ക്. സെൻട്രലയുടെ ഒരു സാൻഡൽ ഇവിടെ ഉണ്ട്. ഇതിന്റെ പേർ പീസ് എവിടെ ഉണ്ടെന്ന് നോക്ക്. മൈര ഇതിട്ടോണ്ട് നീ സെൻട്രലെ പോലെ ഏതെങ്കിലും പ്രിൻസസിന്റെ പാർട്ടിക്ക് പോ. മാജിക് പവർ യൂസ് ചെയ്ത് ഞാൻ ഇത് പുതിയതാക്കി മാറ്റും. പിന്നെ ഇതിന്റെ പേരും ഞാൻ റെഡിയാക്കും. എന്നിട്ട് ഞാനിത് ഇടും. ജന്തർ മന്തർ കാലിക്കല്ലന്തർ. ശരി വരൂ, എനിക്ക് എന്താണ് കിട്ടുന്നെന്ന് നോക്കാം. ഇതെന്താ പണ്ടത്തെ രാജാവിന്റെ വാൾ പോലെ ഉണ്ടല്ലോ. നമുക്കിതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഞാനിത് എന്റെ മാജിക് പവർ കൊണ്ട് പുതിയതായിട്ട് വേണ്ട. സാൻഡലിന്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ പാലിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഇതെവിടെങ്കിലും മറച്ചു വെച്ചിട്ട് പതുക്കെ നോക്കാം. ഒരുപക്ഷെ ഇതിൽ ചെരുപ്പാണെങ്കിൽ എല്ലാരും ചേർന്ന് തന്നെ കളിയാക്കും. നിധിയാണെങ്കിൽ അത് മൊത്തം എനിക്ക് സ്വന്തമാ. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതാണ് ശരിയായ സമയം. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് തുറക്കടാ, വേഗം തുറക്ക. എന്റെ അമ്മേ, ഇതെന്താ പ്രേതോ? താങ്ക് യു. ഇത് സംഗതി ഗുലുമാലായെന്നാ തോന്നുന്നേ. ഈ മൊട്ടത്തലേന് ആരാ? മനുഷ്യനാണോ അതോ പ്രേതോ? ഞാനാണ് മാഗ്ന മാൻ. എന്നെ സർ മെജസ്റ്റിക്കോ പല വർഷങ്ങൾക്ക് മുൻപ് ഈ ബോക്സിനകത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. നീയാണ് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നത്. താങ്ക് യു കൂട്ടുകാരാ. നീ മനുഷ്യനല്ല, മനുഷ്യനല്ല. രുദ്ര, മുത്തശ്ശ, മുത്തശ്ശ, രുദ്ര. ആരാടാ നീ? എന്താ എന്നെ മനസ്സിലായില്ലേ? ജയ്സിംഗ് ചൗഹാൻ. എന്നെ ശരിക്കൊന്ന് നോക്ക്. ഇപ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മാഗ്ന മാൻ, നീ എങ്ങനെ ഇവിടെ? ലോകത്തിലെ എല്ലാ മെറ്റഡും നീ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ പവേഴ്സിന് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെജസ്റ്റിക് ഒന്നിനെ ബോക്സിലിട്ട് ലോക്ക് ചെയ്തത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്റെ മുത്തശ്ശനെ കെട്ടിടും. പ്രായത്തിൽ നീ വളരെ ചെറിയവനാണ്, വളരെ ധീരതയുള്ളവനാണ്. എനിക്കിപ്പോ നിന്റെ അപ്പൂപ്പന്റെ കൂടെ കുറച്ച് സംസാരിക്കാനുണ്ട്. ജയ്സിംഗ് ചൗഹാൻ, നീ നല്ലോണം ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ? എന്താ, എന്തെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ തരണമോ? സർ മെജസ്റ്റിക് ഒന്നിനെ ബോക്സിലിട്ട് ലോക്ക് ചെയ്ത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. നീയായിട്ട് പുറത്തു വരാൻ പറ്റില്ല. ആരാ നിന്നെ പുറത്തു വരാൻ സഹായിച്ചത്? പറയാം, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം, എല്ലാം പറയാം. പക്ഷെ ആദ്യം ചെന്ന് സർ മെജസ്റ്റിക്കോയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ട് വന്നേക്കാം.
നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ. ആദ്യം മുത്തശ്ശനെ വെറുതെ വിട്ടേക്ക്. ഞാനാ നിന്നെ പെട്ടിയിൽ നിന്ന് രക്ഷിച്ച. ഞാനാണിപ്പോ നിന്റെ ബോസ്. എന്റെ ഓർഡർ നീ നിറവേറ്റിയേ പറ്റൂ. ഓ, ഞാൻ പേടിച്ചു പോയി. എന്റെ മാസ്റ്റർ, എന്റെ ബോസ്. ജയ്സിംഗ് എന്റെ പിടിയിലാണെന്ന് പറയുമ്പോൾ നീ എനിക്ക് വളരെ സാധാരണമാണ്. ഞാൻ മജീഷ്യൻ മാഗ്ന മാൻ ആണ്. ഞാൻ ഭൂതമൊന്നുമല്ല. നീ പറഞ്ഞത് കേൾക്കാൻ ഞാൻ ഭൂതമല്ല. ഇപ്പൊ തന്നെ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നേക്കാം. എന്റെ പേരാണ് മാഗ്ന മാൻ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തട്ടിപ്പറിച്ചെടുക്കും. ഇപ്പോൾ നിന്നെ കളിപ്പിക്കേണ്ട സമയമാണിത്. ആ ആ ആ മാഗ്നമാൻ, നിന്റെ കളി ഇതോടെ അവസാനിപ്പിക്കാൻ. ഓഹോ, നീയാണ് ചെറുതാണെങ്കിലും കൊള്ളാലോ. നീ എന്ത് ചെയ്യോടാ? ആ, കണ്ണാടിയിൽ ചെന്ന് നീ സ്വയം ഒന്ന് നോക്ക്, പിന്നെ എന്നെ ഒന്ന് നോക്ക്. എന്നെ തടഞ്ഞു നിർത്താൻ നിന്നെ കൊണ്ടാവില്ലടാ കൊച്ചനെ. ഞാൻ മാഗ്ന മാൻ ആണ്. മാഗ്ന മാൻ. ഈ ബൈസ്കോ ഷൂ. ജന്തർ മന്തർ കാളിക്കലന്തർ ഷൂ. നീ എന്താ ഈ ചെയ്തത് മാറാ? ആരാ കൊട്ടാരത്തിൽ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരാടാ നീ? നിന്റെ ഈ ആയുധങ്ങളൊക്കെ കാണാൻ വളരെ രസമായിട്ടുണ്ട്. കൊള്ളാം. ഇപ്പോൾ ഞാൻ എന്റെ തിരിച്ചടി നിനക്ക് നൽകാൻ പോവുകയാണ്. നീ ആ പഴഞ്ചൊല്ല് കേട്ട് കാണുമെന്ന് തോന്നുന്നു. ചട്ടിയും കലവുണ്ടെങ്കിൽ അത് തട്ടിയും മുട്ടിയും കിടക്കുന്ന കേട്ടിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? നീ വലിച്ചെറിഞ്ഞത് ഞാൻ തിരികെ തട്ടിവിട്ടു. രുദ്ര, നിന്റെ പ്രായത്തെക്കാൾ നിനക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ ടാർഗറ്റ് നീയല്ല, വേറൊരാളാണ്. സർ മെജസ്റ്റിക്കോയെ ഞാൻ നേരിട്ട് കണ്ടിട്ട് കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കുന്ന സമയമാണിത്. നമുക്ക് പോവാമോ ജയ്സിംഗ്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്താ പറ്റൂ. സ്ക്രീൻ ക്രിയേറ്റർ സർ മെജസ്റ്റിക്കോ, നിങ്ങൾ എവിടെയാണ്? എത്രയും പെട്ടെന്ന് വരൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനാണ് രുദ്ര. സൺസെറ്റിൽ മാഗ്നമാൻ എന്ന പേരുള്ള ഒരു മെജിഷ്യൻ വന്നു. അവൻ മുത്തശ്ശന്റെ ഒപ്പം നിങ്ങളെ അന്വേഷിച്ചു വരികയാണ്. സർ മെജസ്റ്റിക്കോ. രുദ്ര, നീ എന്തിനാ വിഷമിക്കുന്നത്? സർ മെജസ്റ്റിക്കോയെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? വന്ന് കണ്ടോ? മാഗ്നമാൻ, നീ സർ മെജസ്റ്റിക്കിനെയും എന്റെ മുത്തശ്ശനെയും പറ്റിച്ചിട്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരെ അഴിച്ചു വിട്. അപ്പൊ അറിയാം അവരാരാന്ന്. രുദ്ര, പ്രായത്തിനേക്കാൾ കൂടുതൽ നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നീ വലിയ ധീരനാണെന്ന് മനസ്സിലായി. പക്ഷെ നീ ഇപ്പൊ കളിക്കുന്നത് ആരെ എതിർത്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് പകുതിയിൽ വിട്ടേച്ച് പോകില്ല. എന്റെ പേരാണ് മാഗ്ന മാൻ. എനിക്ക് ആവശ്യമുള്ളത് എന്തും ഞാൻ തട്ടിപ്പറിക്കും. അടുത്തത് എന്റെ ടാർഗറ്റ് നീയാണ്. ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ധൈര്യത്തെ തവിടുപൊടിയാക്കാൻ ഇതാ ഞാൻ വരുന്നു. നിന്റെ പാലസ് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. സോ എന്നെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾ എല്ലാരും തയ്യാറായിരുന്നോളൂ. ബൈ. നമ്മളുടെ അടുത്ത് ഒരുപാട് സമയമില്ല. മാഗ്നമാൻ എപ്പോ വേണമെങ്കിലും പാലസിലേക്ക് വരാം. അവനെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. ആരെങ്കിലും എന്നെ കുറിച്ചൊന്ന് ആലോചിക്ക്. എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്. ഇത് റംഗിലയുടെ വോയിസ് ആണല്ലോ. ചിലേ ബോക്സ് താഴെ വെച്ചു. Ibaiska normalastico. ഇനി എന്റെ കാര്യം പോകാണെന്നാ തോന്നുന്നത്. രുദ്ര, നിന്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും ഇപ്പൊ വർക്കാവുന്നില്ല. എന്ന് വെച്ചാ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആവുന്ന തോന്നുന്നേ. ഇതോ
ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണ്. സോറി രുദ്ര, സോറി. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നീ സ്വയം ശിക്ഷ അനുഭവിച്ചിട്ട് എന്താ കാര്യം? എല്ലാം സംഭവിച്ചു. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ. മാഗ്നമാനെ വക വരുത്താൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആദ്യം നിങ്ങൾ എന്റെ പോക്കറ്റിലിരിക്കൂ. ചേടാ, ഇത് ഞാനാണ് രംഗീല. രുദ്ര, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. രംഗീല നീയാണോ? സോറി, നീയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാ പിന്നെ വേഗം വരൂ. ചുള്ളി, വേഗം ചെന്ന് മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്തേക്ക്. മെയിൻ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയാൽ പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് വരാൻ കഴിയില്ല. അത് പറഞ്ഞ ശരിയാ രുദ്ര, ഞാൻ ഉടനെ ചെയ്തേക്കാം. Watch India's largest kids library only on Geo Hotstar. Download the app now.